വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഈവനിങ് കഴിക്കാനായിട്ട് ഒരു കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി സ്നാക്സാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പപ്പടവും മുട്ടയും വെച്ചിട്ട് നമ്മൾ ഒരു 5-6 പപ്പടവും 3 മുട്ടയും വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഫസ്റ്റ് ഒരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെക്കുക. ആ പാൻ ഒന്ന് ചൂടാകുമ്പോഴേക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം അളവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഏത് ഓയിൽ വേണമെങ്കിൽ എടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മളൊരു ഞാനൊരു മീഡിയം സൈസ് സവോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ഇങ്ങനെ ചെറിയ പീസായിട്ട്, വലിയ പച്ചമുളക് എടുത്തിട്ടുള്ളത്, അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പർ വെച്ചിട്ട് ഇത് രണ്ടും കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ എണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയും നമ്മുടെ പച്ചമുളകും കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ മുട്ട കൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതിനും കൂടെ ചേർത്തിട്ടുള്ള ഉപ്പ് വേണം നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നന്നായിട്ട് ട്രാൻസ്പെറൻ്റായിട്ട് വഴറ്റേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഏതാണ്ട് ചെറുതായിട്ട് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മുട്ടയാണ്. മുട്ട ഓരോന്നായിട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുള്ളവർക്ക് മുട്ടയുടെ ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ സാധാരണ 3 മുട്ട ഒഴിച്ചതിന് ശേഷം അത് നമ്മൾ ചിക്കി എടുക്കുക എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഇച്ചിരി ഒന്ന് ചിക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഏതാണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി വരെയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. ഇത് ഏതാണ്ട് ആയിട്ടുണ്ട്. ഉപ്പൊക്കെ പാകത്തിനാണോ നോക്കുക. എന്നിട്ട് അത് നമുക്ക് തണുക്കാൻ അനുവദിക്കുക. എന്നിട്ടൊരു പാത്രത്തിൽ ഒരു കുഞ്ഞു ബൗളിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പപ്പടം ഞാനൊന്ന് ഡിപ്പ് ചെയ്യാണ്. എറൗണ്ട് ഒരു 10 സെക്കൻഡ് മുതൽ 20 സെക്കൻഡ് വരെ മാത്രം മതിയാവും. അത് ഏതാണ്ട് ഒന്ന് കുതിർന്നിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ വളച്ചൊക്കെ എടുക്കാൻ പാകത്തിന് കറക്റ്റ് ഒരു നമ്മുടെ സമോസയുടെ ഷീറ്റൊക്കെ പോലെ ഇരിക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ പപ്പടം വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്യുമ്പോഴേക്കും അത് നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ മൈദ മാവ് എടുത്തിട്ട് ജസ്റ്റ് ഒരു കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഇങ്ങനെ ഒരു മാവ് പരുവത്തിനാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ. എന്നിട്ട് ഈ പപ്പടത്തിലേക്ക് നമുക്ക് കുറച്ച് നമ്മുടെ ആ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അത് തണുത്തതിന് ശേഷം മാത്രമേ പപ്പടത്തിൻ്റെ ഇതിലോട്ട് വയ്ക്കാൻ പാടുള്ളൂ. എന്നിട്ട് ആ ഷീറ്റിലോട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. ആ പപ്പടത്തിൻ്റെ ഷീറ്റിലോട്ട് ആവശ്യത്തിന് വയ്ക്കുക. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു സൈഡ് നമ്മളിങ്ങനെ കോണോട് കോൺ ഇങ്ങനെ ചേർത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. പപ്പടം ഇങ്ങനെ നനഞ്ഞിരിക്കുന്ന കാരണം ഒട്ടിക്കോളും കേട്ടോ. നിങ്ങൾ ഒട്ടത്തില്ല എന്നൊന്നും വിചാരിക്കേണ്ട, ഒട്ടിക്കോളും നന്നായിട്ട്. എന്നിട്ട് ആ ലാസ്റ്റ് ആ അറ്റവും കൂടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഈ സൈഡ് ഉണ്ടല്ലോ, ഇതിങ്ങനെ ഒട്ടിച്ചിട്ട് ഒട്ടിയില്ല എന്ന് മാത്രം കാണുകയാണെങ്കിൽ പക്ഷേ അത് ഒട്ടിക്കോളും കേട്ടോ. നമ്മൾ മാവ് തടവേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മളിങ്ങനെ തടവുന്നതേ ഉള്ളൂ. അപ്പോൾ കണ്ടോ, നല്ലൊരു ഇങ്ങനെ ഒരു കോണാകൃതിയിൽ കിട്ടിയിട്ടുണ്ട്. അടുത്ത് ഞാനിവിടെ ഒരു സ്ക്വയർ ആകൃതിയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു, ഒരു പോക്കറ്റ് കണക്ക്. അപ്പോൾ അത് നമ്മളിങ്ങനെ വയ്ക്കുക. എന്നിട്ട് 2 അറ്റവും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് മടക്കി കൊടുക്കുക കേട്ടോ. പക്ഷേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇത് നമ്മൾ ഈ ഷീറ്റ് ഉണ്ടാക്കിയിട്ട് ഡയറക്റ്റ് നമ്മൾ എണ്ണയിലോട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഷീറ്റ് ഉണ്ടാക്കി എല്ലാ ഷീറ്റുകളും ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ച് നമ്മളിങ്ങനെ പ്ലേറ്റിൽ വെച്ചിട്ട് എല്ലാം ഒരുമിച്ചിട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിക്കരുത്. പപ്പടം നമ്മൾ വെള്ളത്തിൽ കുതിർത്തെടുത്ത കാരണം സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഓയിൽ നമ്മളിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇതിലെ അകത്ത് മുട്ട സ്റ്റഫിങ് എല്ലാം നന്നായിട്ട് വെന്തിട്ടുള്ളതാണ്. ജസ്റ്റ് ആ പപ്പടം, ആ പുറത്തുള്ള പപ്പടം മാത്രം ഒരു പൊള്ളിച്ചെടുക്കുന്ന സമയം മാത്രം മതി നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അത് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു സ്നാക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ സിമ്പിളാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് കുട്ടികളൊക്കെ ഒരു സ്നാക്സ് വേണമെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു 5 മിനിറ്റൊക്കെ മതിയാവും. ജസ്റ്റ് ഉള്ളി അരിയുക, ജസ്റ്റ് ഒരു ചിക്കി ഒരു തോരൻ കണക്ക് ഉണ്ടാക്കുക. എന്നിട്ട് അത് ഇതിൻ്റെ ഫില്ലിങ്സ് ആയിട്ട് വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് പപ്പടം എല്ലാവരുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളതാണ്. സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് സമയവും കുറച്ച് സാധനങ്ങളും മാത്രം മതി. നല്ല ടേസ്റ്റാണ്. ഞാൻ 100% ഉറപ്പ് പറയുകയാണ്. നല്ല കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടെ ടൊമാറ്റോ കെച്ചപ്പും കൂടെ തൊട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.